ഇന്ന് വീണ്ടും ഒരു യാത്രാവിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിതേ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. സുറു കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒലീവ് മൗണ്ടിലാണ് ആൻറ്റിയുടെ വീടിരിക്കുന്നത്. ഒലീവ് മൗണ്ട് എന്ന് പറയുമ്പോൾ മുന്നൂർപ്പള്ളി, ബാലുശ്ശേരി അങ്ങനെ ആ ഭാഗങ്ങളിൽ നടുക്കായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. എക്സാക്ട് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്ര വഴി പോവുകയാണെങ്കിലാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള വഴികളിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഇത്രയും ഭംഗി നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഇത് ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അകത്തേക്കൂടെയൊക്കെ പോണ പോലത്തെ ഒരു പ്രതീതി തന്നെയാണ്. അത് ഇടയ്ക്ക് മാത്രമേ കുറച്ച് വീടുകളുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നല്ല കാടായിട്ട് തന്നെ കാണാൻ സാധിക്കും. നല്ലൊരു ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മളപ്പോൾ ഈ വഴി പോണ വഴിക്ക് തന്നെയാണ് തട്ടുപാറ പള്ളി വരുന്നത് കേട്ടോ. മലയാറ്റൂർ പള്ളിയൊക്കെ പോലെ തന്നെ മല കയറി ചെന്ന് നമുക്ക് മുത്തപ്പനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു പള്ളി തന്നെയാണ് തട്ടുപാറ പള്ളി. അപ്പോൾ അവിടെയും നല്ല കിടിലൻ ആംബിയൻസ് തന്നെയാണ്. മല കയറി മുകളിലേക്ക് ചെന്നാൽ താഴേക്ക് വെക്കാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഒരു തവണയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോണ വഴിയൊക്കെ കനാലും പിന്നെ തോടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും തന്നെ രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ റബ്ബറും തോട്ടവും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വഴി തന്നെയായിരുന്നു. അങ്ങനെ ഈ വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടും എത്താത്ത പോലെയൊക്കെ ആയിരുന്നു. നല്ല രസമുള്ള വഴികൾ തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ വേഗം എത്തും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണാവോ ഭയങ്കര സ്ലോ ആയിരിക്കും അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ആൻറ്റിയുടെ വീടെത്തിയിട്ടുണ്ട്. താഴെയായിട്ടാണ് ആൻറ്റിയുടെ വീടിട്ട്. ഞങ്ങളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്കൊക്കെ ചെന്ന് അകത്തേക്ക് കയറി ചെന്ന് ഡൈനിങ് ടേബിളിലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആൻറ്റി ഒരു ഡെക്കോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. ആൻറ്റിക്ക് ഇതൊക്കെ ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരത്തെ ആ രീതിയിൽ തന്നെയാണ് അതിന് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴേക്കുള്ളൊരു മുറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ അങ്ങടേക്ക് ഇറങ്ങി പോയില്ല. പിന്നെ ഇതേ കണ്ടു ഒരു വാൾ ഡെക്കോർ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റി നമുക്ക് നല്ല പലഹാരങ്ങളും ചായയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് തന്നെയാണല്ലോ നമുക്ക് മുഖ്യം. അങ്ങനെ ഞങ്ങളത് ചായയും പലഹാരങ്ങളൊക്കെ കഴിക്കുകയാണ്. നല്ല രസം തന്നെയായിരുന്നു. എന്താണാവോ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ഓരോ പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. നമ്മൾ തന്നേക്കിരുന്ന് കഴിച്ചാലും നമുക്ക് ഇത്രയും ഒരു രുചിയോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. എല്ലാവരും കൂടി നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഏതെടുത്ത് കഴിക്കണം എന്നുള്ളതിലായിരുന്നു സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ. അങ്ങനെ തിരിച്ചിറങ്ങാമെന്ന് കരുതി ഇറങ്ങിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന് കരുതി. സുറു ആണെങ്കിൽ ഓടി നടക്കുകയാണ്. സുറുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കട്ടയിട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഓടി നടക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ.